ഡയാലിസ് ചെയ്ത രോഗികൾ മരിച്ച സംഭവത്തിൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്കെതിരെ കേസെടുത്ത പോലീസ്. ആശുപത്രി അധികൃതർക്കെതിരെ ചികിത്സാ പിഴവിനാണ് ഹരിപ്പാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. BNS 125, 106(1) എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ആശുപത്രിയിലെ സൂപ്രണ്ട്, ഡയാലിസിസ് യൂണിറ്റ് ജീവനക്കാർ എന്നിവർ പ്രതികളാകും. മരിച്ച രാമചന്ദ്രന്റെ ബന്ധുക്കളും രോഗിയായ രാജേഷ് കുമാറിന്റെ കുടുംബവും നൽകിയ പരാതിയിലാണ് കേസ്. പുതിയ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസം 29-ന് ഡയാലിസിസിനെ തുടർന്ന് 6 പേർക്കാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. ഇതിൽ 3 പേരുടെ സ്ഥിതി മോശമായിരുന്നതിനാൽ മറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടുകയും അതിൽ 2 പേർ മരിക്കുകയും ചെയ്തു. കായംകുളം, പുതുക്കാട്, വടക്കതിൽ മജീദ് 53, ഹരിപ്പാട് വെട്ടുവേനി ചാക്കനാട് രാമചന്ദ്രൻ 60 എന്നിവരാണ് മരിച്ചത്. മൂന്നാമത്തെയാളായ ഹരിപ്പാട് വെട്ടുവേനി ദേവകൃപയിൽ രാജേഷ് കുമാർ 60 കുടുംബവും താലൂക്ക് ആശുപത്രിക്കെതിരെ പരാതി ഉന്നയിച്ചിരുന്നു. ഡയാലിസ് ചെയ്യാനെത്തുമ്പോൾ മജീദിനെയും രാമചന്ദ്രനെയും കാണാറുള്ളതാണെന്ന് രാജേഷിന്റെ ഭാര്യ ശ്രീലേഖ പറഞ്ഞു. അന്ന് ഡയാലിസിസിനിടെ മജീദിന്റെ സ്ഥിതിയാണ് ആദ്യം മോശമായത്. പിന്നാലെ രാജേഷിന് വിറയലും തുടങ്ങി. രക്തസമ്മർദ്ദം താഴ്ന്നു. എന്നിട്ടും ഡയാലിസിസ് യൂണിറ്റിലെ ഡോക്ടർമാർ ഒന്നും പറഞ്ഞില്ല. അപകടം തോന്നി സ്വന്തം നിലയ്ക്കാണ് താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെത്തിച്ചത്. അവിടെ ട്രിപ്പ് ഇടുകയും കുത്തിവെക്കുകയും ചെയ്തു. വൈകിട്ടോടെ ആന്റിബയോട്ടിക് മരുന്നുകൾ കുറിച്ചു വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തിയിട്ടും സ്ഥിതി മെച്ചപ്പെട്ടില്ല. തുടർന്ന് ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ശ്വസന സഹായം നൽകിയതോടെ നില മെച്ചപ്പെട്ടു. പിന്നാലെ രാമചന്ദ്രനെയും അവിടെ കൊണ്ടുവന്നു. പക്ഷേ ICU കിടക്ക ഒഴിവില്ലാത്തതിനാൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അദ്ദേഹം മരിച്ചതായാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാനായേനെ, ശ്രീലേഖ പറഞ്ഞു. അതേസമയം ഭക്ഷ്യവിഷബാധ കാരണമാണ് രാജേഷിന്റെ സ്ഥിതി മോശമായതെന്നാണ് ഡിസ്ചാർജ് റിപ്പോർട്ടിൽ പറയുന്നത്.